Hi friends, welcome to Radhu's Food Court and Vlogs. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. നെയ്യപ്പം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ട്? അപ്പോൾ നമുക്ക് വേഗം നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ഓവർനൈറ്റ് സോക്കിംഗ് വേണ്ട, ബേക്കിംഗ് സോഡ വേണ്ട, ഒന്നും വേണ്ട. ഇതിന് വേണ്ടിയ സാധനങ്ങൾ: 1 കപ്പ് അരിപ്പൊടി, 1/3 കപ്പ് ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ റവ, ഏലക്ക, പഴം, റോബസ്റ്റ പഴത്തിൻ്റെ പകുതി, പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്ത്. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ശർക്കരയും, 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് ശർക്കര. ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ശർക്കരയൊന്ന് അലിയിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കും. ശർക്കരയിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ശർക്കര അലിയുന്ന സമയം മാത്രമേ ഉള്ളൂ, ഒരുപാട് പാകമൊന്നും ആകണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇനി നമ്മൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ തേങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് അപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം. ഒരു ബ്ലെൻഡർ എടുത്ത് ജാറെടുത്ത് അതിലേക്ക് നമ്മളുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരു ബൗളെടുത്തിട്ട് അല്ലാതെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാകുമ്പോൾ പെട്ടെന്നെല്ലാം നന്നായിട്ട് മിക്സായി കിട്ടും. നമ്മുടെ പഴമൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് മിക്സായി കിട്ടും. പഴം ഇടുന്നതുകൊണ്ട് അപ്പം നല്ല സോഫ്റ്റായിരിക്കും. ഞാൻ ശർക്കര അരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ വെള്ളം, ശർക്കര വെള്ളം എടുത്ത് മാറ്റി വെച്ചത് എടുത്തു വെച്ചത് കൊണ്ട് അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. കുറേശ്ശെ ആഡ് ചെയ്താൽ മതി. ഒരുപാട് നമ്മുടെ മാവ് വെള്ളമായി പോകരുത്. സോ കുറച്ച് അരച്ചെടുക്കാൻ പാകത്തിന് എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മാവിൽ. അപ്പം നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്തെങ്കിലും ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. ഒരുപാട് കട്ടിയാണ് മാവെന്ന് തോന്നുമെങ്കിൽ ആ ശർക്കര വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് ഇതാക്കി എടുക്കാം. അപ്പോൾ എനിക്ക് നല്ല പരുവമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വേഗം ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ആഡ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. വെജിറ്റബിൾ ഓയിലാണെങ്കിൽ അതും യൂസ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഒരു തവി ഫുള്ളെടുത്ത് കോരി ഒഴിക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് അപ്പത്തിൻ്റെ മേലെ എണ്ണ ആക്കി കൊടുത്താൽ ഇത് പെട്ടെന്ന് പൊങ്ങി വരും. കണ്ടില്ലേ, ഒരു സോക്കിംഗ് ഇല്ല. നമ്മൾ മാവ് വെച്ച് ഉടനെ ഉണ്ടാക്കിയെടുത്താണ്, എന്നിട്ട് പോലും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം. വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്.
അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിം തന്നെ വെച്ചോളൂ, എന്നാലേ നമുക്ക് നന്നായിട്ട് അപ്പം പൊങ്ങി വന്ന് നല്ല ചൂട് അഡ്ജസ്റ്റ് ആവുകയുള്ളൂ. ഞാൻ ചെയ്യുന്ന പോലെ കണ്ടില്ലേ, അതേപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ അപ്പക്കാര ഇല്ലാത്തവർക്കും അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് രാധൂസ് ഫുഡ് കോർട്ട് ആൻഡ് വ്ളോഗ്സ്. ബൈ.